ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയുടെ റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചായക്കടിയാണ്. പുറമൊക്കെ ഇതുപോലെ ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചായക്കടിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ഉരുളക്കിഴങ്ങ് വന്ന് 2 വലിയ കിഴങ്ങും ഒരു ചെറിയ കിഴങ്ങുമാണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇതുപോലെ ഒരു സ്മാഷർ വെച്ചോ ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ തവിയുടെ മൂട് വെച്ചിട്ടോ നമ്മുടെ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ച് കുഴച്ചെടുക്കാം. നല്ലൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ എരിവിന് ആവശ്യമുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞൊന്നിട്ട് കൊടുക്കാം. ഇനി അതിനോടൊപ്പം ഒരു 7-8 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 7-8 സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു അര കപ്പോളം വരും കേട്ടോ. കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ടിട്ട് അല്പം ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട്, ഇതിപ്പോൾ കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലോട്ട് ഒരല്പം അരിപ്പൊടിയോ അല്ലെങ്കിൽ ആ കോൺഫ്ലോർ തന്നെയോ നമ്മുടെ കയ്യിലോട്ട് അല്പം ഒന്ന് തടവിയതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് എടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് വേണോ, ഇല്ല റൗണ്ട് ഷേപ്പ് വേണോ, ഉരുള ഷേപ്പ് വേണോ, ഏത് ഷേപ്പ് വേണമെങ്കിലും, ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ, വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഷേപ്പിനനുസരിച്ച് നമുക്ക് അത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ അല്പം വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ അതുപോലെ ഉരുട്ടിക്കൊണ്ടാൽ മതി. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടി വയ്ക്കാം. ഉരുട്ടി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണ ചൂടാവുമ്പോൾ ഓരോന്നായിട്ടെടുത്ത് ആദ്യം മുട്ട നമ്മൾ ബീറ്റ് ചെയ്തതിലൊന്ന് മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലും കൂടെ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. തീ മീഡിയത്തിലേ വെക്കാവൂ കേട്ടോ. ഹൈയിൽ വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും. ബ്രെഡിൻ്റെ പൊടിയല്ലേ, നേർത്ത പൊടിയാണ്. മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് അല്പം വലുതായിട്ടാണ് കേട്ടോ ഉരുട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഉരുട്ടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഭയങ്കര ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കണ്ടില്ലേ, പുറമൊക്കെ ഇതുപോലെ ക്രിസ്പായിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ട് പാത്രം കാലിയാവുന്ന വഴി നമ്മൾ തപ്പി നടക്കേണ്ടി വരും. അതുപോലത്തെ ഒരു സ്നാക്കാണ്. നിങ്ങൾ ദയവേത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ.